അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് കേട്ടോ. വെജിറ്റബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ കൈപ്പക്കയാണ്. കൈപ്പക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴുതനയാണ് ഇഷ്ടം കേട്ടോ. വഴുതന ഇതുപോലെ നടുകെ ചരിച്ച് വളരെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വെള്ളം ചേർക്കാതെ താളിച്ചെടുക്കുക. അത് കൂട്ടിയിട്ട് നമുക്ക് വേറെ ഒരു കൂട്ടാനും ഇല്ലാതെ ചോറ് കഴിക്കാൻ പറ്റും. അപ്പം ഞാനിതാ വഴുതനങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചീരാമുളകാണ് കേട്ടോ നമ്മളതിൽ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നുറുക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകണം കേട്ടോ. വെള്ളം ഒരംശം പോലും പാടില്ല. ഇപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും പൊടി വിതറുന്നുണ്ട്. ഇതുപോലെ നന്നായി ഒന്ന് ജോയിൻ്റ് ആക്കുക. ഉപ്പും മുളകും എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നല്ല അടപ്പ് വെച്ചിട്ട് നമുക്ക് അടച്ചു കൊടുക്കണം. അത് താളി വരുമ്പോഴേക്ക് നമുക്ക് വേസ്റ്റൊക്കെ തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വേസ്റ്റൊക്കെ ഇങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിലാണ് കൊണ്ടിട്ട് കൊടുക്കുക. അപ്പോഴേക്ക് നമ്മൾ വഴുതന ഈ ഒരു നീരാവിയായി വരുന്ന വെള്ളത്തിലാണ് ഇത് വേവുന്നത്. കണ്ടില്ലേ, ആ ഒരു ആവിയിൽ നല്ല പോലെ താളി വെന്തിട്ടുണ്ട്. നീരാവിയായി വരുന്ന ആ വെള്ളത്തിലേക്ക് ചേർന്നതെന്ന് വെച്ച് ടേസ്റ്റ് ഒന്നും കുറയില്ല കേട്ടോ. ഇതുപോലെ നന്നായി ഇളക്കി അത് നല്ല പോലെ ക്രീമി ആക്കി എടുക്കണം. മുളകൊക്കെ അതിലേക്ക് നല്ല പോലെ ചേർന്ന് റെഡിയാവണം. എന്നിട്ട് ഒന്നുകൂടി നമുക്ക് ഇതുപോലെ അടച്ച് വെക്കാം. പിന്നെ നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് മാത്രം ഇത് തുറന്നെടുത്താൽ മതി. ശരിക്കും നല്ല ടേസ്റ്റാട്ടോ. ചോറ് കഴിക്കാൻ മറ്റൊരു കൂട്ടാനും നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.